ഹായ് പ്രിയപ്പെട്ടവരെ, അസീം വെളിയങ്കോടാണ്. കലയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റുമുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. നമ്മുടെ പ്രോഗ്രാമാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ അഭിമാനമായ പൊന്നാനിക്കാരുടെ പൊന്നോമന പുത്രൻ അബാനയാണ്. ഈ അടുത്ത് നടന്ന കലോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനം നേടിയ അബാൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്രിയ സുഹൃത്ത് അഷ്റഫ് കലാഭവൻ്റെ മകനാണ് അബാൻ. കഴിഞ്ഞ 3 എപ്പിസോഡും കണ്ട എല്ലാ പ്രേക്ഷകർക്കും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്ത പ്രിയ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം. ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും വന്ന പാടൊരു ഡ്രിങ്ക് തന്നിട്ടുണ്ട്. എന്താന്ന് മനസ്സിലായിട്ടില്ല, എന്നാലും കുടിച്ചോക്കട്ടെ. എങ്ങനെയുണ്ട്? മധുരമൊന്നുമില്ല, നല്ലൊരു ഫ്ലേവർ. ലെമൺ ഫ്ലേവർ ഉണ്ടല്ലേ? ഓക്കെ. ഇതൊരു ചായയാണ്. ഞങ്ങൾ ചായ ഞാൻ 5 വർഷമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചായയാണ്. ഞാൻ എൻ്റെ ഫാമിലി അബാനടക്കം. അതെ. അപ്പോൾ ഈ ചായൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആഫ്റ്റർ ഹെർബൽ ടീ എന്ന് പറയും. അതൊരു എനർജി ഡ്രിങ്കാണ്. അത് കെമിക്കലില്ല, എന്തില്ല, കളറില്ല, ഒന്നുമില്ല, ഷുഗറില്ല. എല്ലാവർക്കും എപ്പോഴും കുടിക്കാൻ പറ്റുന്ന ചായയാണ്. ഇത് കുടിച്ചു നോക്കാം, അപ്പോൾ അതിൻ്റെ ഗുണം അറിയാൻ പറ്റും. ഇപ്രാവശ്യത്തെ തിരുവനന്തപുരത്ത് നടന്ന കലോത്സവത്തിൽ ഫസ്റ്റാണ്. അതെ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ. എൻ്റെ പേര് അസീം വെളിയങ്കോടാണ്. ഒരു കലയാത്ര എന്നുള്ള ഒരു പ്രോഗ്രാമുണ്ട്. അസീം, ഞാൻ ഈ കലായാത്രനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ആ രഞ്ജിത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, കഴിഞ്ഞ എപ്പിസോഡ്. അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾ ഇൻ്റർവ്യൂ അടിപൊളിയായിട്ടുണ്ട്. രഞ്ജിത്തിൻ്റെ പെർഫോമൻസും വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. താങ്ക് യു. അപ്പോൾ എന്താണ് വിശേഷങ്ങളൊക്കെ? അതായത് കലോത്സവത്തിൽ കഴിഞ്ഞ ഒരു 3 തവണയായിട്ട് സംസ്ഥാന കലോത്സവത്തിലെ എ ഗ്രേഡ് ആണ് അബാൻ. കൺഗ്രാജുലേഷൻ. പ്രാവശ്യം മത്സരിച്ച 16 പേരും എന്താണ് പറയും, അടിപൊളിയായിരുന്നു. എന്തായാലും പുലിക്ക് പറഞ്ഞ പുലിക്കുട്ടി തന്നെയാണ് മകന്. എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കാൻ നോക്കാം. നല്ല രീതിക്കുള്ള മത്സരം തന്നെയായിരുന്നു. എല്ലാവരും കഴിഞ്ഞ 2 വർഷം നോക്കുമ്പോഴും ഈ ഒരു വർഷത്തെ മത്സരം എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പ് ആയിരുന്നു. എല്ലാവരും നല്ല പെർഫോമൻസ്, പെർഫെക്റ്റ് സൗണ്ടുകളായിരുന്നു. പുതിയതായിട്ടും എല്ലാവരും മറ്റേതെന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള സംഭവങ്ങളൊന്നും ആരും അങ്ങനെ കൊണ്ടുവരാറില്ല. പക്ഷേ ഈ വർഷം അതിനടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ പുതിയ സാധനങ്ങൾ, ഒരുപാട് ആൾക്കാർ പുതിയ രീതിയിലുള്ള ഐറ്റംസും. കാരണം എന്തറിയോ, ഇപ്പം എല്ലാവരും ഒരു ടീച്ചിങ്ങിലൂടെയാണ് ഇതിലേക്ക് വരുന്നത്. മറ്റേതെന്തെങ്കിലും പഠിച്ചിട്ട് സ്വന്തമായിട്ട് വരികയാണ്. ഇപ്പം എല്ലാവർക്കും അധ്യാപകർ മിമിക്രി പഠിപ്പിക്കുന്ന അധ്യാപകർ ധാരാളം. അപ്പോൾ ആ ടീച്ചിങ്ങിലൂടെയാണ് ഇപ്പം ഇപ്രാവശ്യത്തെ കലാഭവൻ ക്ലാസ് ഉണ്ട്. അപ്പം അങ്ങനെ ക്ലാസ്സിലൊക്കെ പോയി വരുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു പക്വത അവിടെ കാണിക്കുന്നുണ്ട്. വെറുതെയുള്ള ഇപ്പോൾ ഒന്നാമതിപ്പോൾ നമുക്കൊരു മിമിക്രിക്കാർക്ക് അഭിമാനിക്കാവുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ചൊരു കലാരൂപമായിട്ട് മിമിക്രി മാറി എന്നുള്ളത് അത് വലിയൊരു അഭിനന്ദനാർഹമാണ്. കാരണം പോയ വർഷങ്ങളിലൊക്കെ അവോയ്ഡ് ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമാ താരങ്ങൾ ആരാന്ന് ചോദിച്ചാൽ, സംവിധായകർ ആരാന്ന് ചോദിച്ചാൽ, സക്സസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരാന്ന് ചോദിച്ചാൽ അത് കലാഭവൻ താരങ്ങളാണ്, മിമിക്രി ആർട്ടിസ്റ്റുകളാണ്, അല്ലേ? അപ്പം ആ ഒരു കലയെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സംഗീത നാടക അക്കാദമി ഇത് തിരഞ്ഞെടുത്തത്. എന്തായാലും അവൻ്റെ ആ പെർഫോമൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് കളിക്കണം. അപ്പോൾ ഇതുപോലെ ഇൻ്റർവ്യൂകളിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് തരം കൈക്കൊണ്ടിരിക്കുന്ന സിനിമ നടന്മാരുണ്ട്. ഷൈൻ ടോം ചാക്കൊക്കെ നമ്മളെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിരിക്കാൻ വരെ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഷൈൻ ടോം ചാക്കാൻ്റെ വോയിസ് ഇയാളെന്താണ് ഈ പറയണേ? ഇതൊരു സിനിമയുടെ ഇൻ്റർവ്യൂ അല്ലേ? ആണ്, സിനിമയുടെ ഇൻ്റർവ്യൂ സിനിമയുടെ കാര്യമില്ലേ ചോദിക്കുക. ഇവിടെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബാത്റൂമിൻ്റെ കാര്യം ചോദിക്കണം. ഞാൻ ട്രോളിയൊന്നല്ല, അത് സത്യമല്ലേ? അടിപൊളി. താങ്ക് യു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്ക് പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട്, സിമ്പിളായിട്ട് ചെയ്യണം. അടിപൊളിയാണ്. ബാലയുടെ വോയിസ്. നവന് കെറ്റ് 2 കെറ്റ് വേണ്ടി വന്ന 5 കെറ്റ്. നിങ്ങളാരും ചോദിക്കുക, എൻ്റെ പൈസ എൻ്റെ ഇഷ്ടം, മനസ്സിലായ? സൈനികം, നമ്മുടെ യുവതാരമായ സൈനികത്തിന് എന്താണ് സീൻ? എന്താണ് ഇയാളെന്തിനാണ് ചൂടാവണേ?
പറഞ്ഞാ പോരെ, ഇത് നല്ല ജീവിതം, ജീവൻ പറഞ്ഞ വേറെ മൂടാണ്, വേറെ വൈബാണ്, മനസ്സിലായ? റിയാസ് ഖാൻ്റെ ഒരു ഡയലോഗ്, ഹേ ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക, കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എൻ്റെ ചെലവാ, എല്ലാവരും അടിച്ചു കയറി വാ. ഇനി നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ஹே இங்கே நான் தான் கிங்கு, நான் வச்சுதான் ரூல்ஸு, அந்த ரூல்ஸ் ஏற்றதுக்கு நான் அப்பப்போ மாட்டிக்கிட்டே இருப்பேன், அதை வச்சு இப்போதைக்கு கேட்டு ஃபாலோ பண்ணணும், அதை விட்டு தான் தடாவடி கொலை பண்ண நினச்சேன், உன்னை கண்ட துண்டமாக வெட்டி கழிச்சு போட்டுடுவேன். ஹுக்கம் ടൈഗർ കാ ഹുക്കും. രജനീകാന്തിന്റെ സൗണ്ട് അല്ല, ഇതില് വേറെ വ്യത്യാസം, ഈ ഡയലോഗ് തന്നെ ഞാൻ മുഖ്യമന്ത്രി വാങ്ങാൻ സാധിച്ചു. മുഖ്യമന്ത്രി ഇവിടെ ഞാനാണ് ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ റൂൾസ്. എൻ്റെ റൂൾസ് എൻ്റെ ഇഷ്ടത്തിന് ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അത് അനുസരിക്കാൻ പറ്റാത്തവരോട് എനിക്ക് പറയാനുള്ളത് കടക്ക് പുറത്ത് ഹുക്കും, പിണറായിക്കാ ഹുക്കും. ഫസ്റ്റ് കിട്ടാൻ സാധ്യത ഉണ്ടായ കുറെ മാസ്റ്റർ പീസ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അതിൽ 1-2 കളിക്കാൻ പറ്റും. ബീറ്റ് ബോക്സ് ഒരു സംഭവമുണ്ട്. ബീറ്റ് ബോക്സ് ബീറ്റ് ബോക്സ് பார்க்கதானே போகிறேன் அந்த காளியோட ஆட்டத்தை. പിന്നെ നമ്മളെ ഈ മരണക്കിണറിലെ മോട്ടോർ മാത്രമല്ല, വേറെ ഒരു ഇതിലും പരിചയമുട്ടിലെ എ ഗ്രേഡ് ആണ് സ്റ്റേറ്റ്. ആദ്യമായിട്ടാണ് പ്രശ്നം. 2 എ ഗ്രേഡ് ഉണ്ട്. പഠിക്കുന്ന ഐഡിയൽ സ്കൂളാണ് കടകശ്ശേരി. അപ്പോൾ ആ ഒരു മരണക്കിണറിലെ ഒരു മോട്ടോർ ബൈക്കിൻ്റെ സംഭവം, അതിൻ്റെ വേരിയേഷൻ ഉണ്ട്, വോയിസ് വേരിയേഷൻ, അത് ഒരു കറക്റ്റായിട്ട് ചെയ്യാൻ. ഇനി ഇപ്പോൾ ബീറ്റ് ബോക്സ് ചെയ്തില്ലേ, ആ ബീറ്റ് ബോക്സ് ഞങ്ങൾ കോമ്പി ആയിട്ട് കുറേ സാധനം ചെയ്യും, രണ്ടും ഒരുമിച്ചിട്ട്. ഞാൻ പാടുമ്പോൾ ബീറ്റ് ബോക്സ് വായിച്ചിട്ടില്ല. പഴയൊരു പാട്ടാണ്, ഒരുപാട് കാലം പഴക്കമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അത് പാടുമ്പോൾ ബീറ്റ് വായിക്കും. നീ മധു പകരു മലച്ചൊരി അനുരാഗ പൗർണമിയേ, മധു പകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മഴവില്ലേ നീല നിലാവുളിയ കട്ട ആ ഒരു സാധനം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ താങ്ക് യു നമ്മുടെ നാടൻ പാട്ടില്ലേ താരകപ്പെണ്ണാൾ, അത് ഇതേ ബീറ്റിൽ വേറെ രീതിയിൽ വായിക്കും. താരകപ്പെണ്ണാളെ കതിരാടും പിരിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാലിൻ കോര പറിച്ചാട്ടെ, താരകപ്പെണ്ണാളെ കതിരാടും പിരിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാലിൻ കോര പറിച്ചാട്ടെ, തക തക താത്തിനന്തക കൈതള തകതിനന്തക കൈതാരോ താത്തിനന്തക തകതിനന്തക തകതിനന്തക കൈതാരോ. ജലദോഷം, മൂക്കടപ്പ്, ഇതിൻ്റെ ഇടയിലൊക്കെ മൂക്കടപ്പ് ജലദോഷമൊക്കെ ഉണ്ട്. അതാണ് വർഷങ്ങൾക്ക് ശേഷമാണ് അസറുഖാനെ കാണുന്നത്. എന്തായാലും വന്ന സ്ഥിതിക്ക് 1-2 താരങ്ങളുടെ സൗണ്ട് മൂക്കടഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ സൗണ്ട് പെർഫെക്റ്റ് ആയിരിക്കുമെന്നില്ല, ഞാൻ ജസ്റ്റ് കലാപം വിളിച്ചിട്ടുണ്ട് സൗണ്ട് വിളിച്ചിട്ട്. പ്രിയമുള്ള നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. പല ആളുകൾ പറയും ഞാൻ പാട്ട് പാടുമ്പോൾ അതിൽ മസാല ചേർക്കാറുണ്ട്. സത്യമായിട്ട് പറഞ്ഞാലൊന്നുമില്ല. എൻ്റെ അച്ഛനോട് പറഞ്ഞു, എടാ മണിയെ ഇവിടെ കംപ്ലീറ്റ് കള്ളൂട്ടിയന്മാരാ. അച്ഛൻ്റെ പാട്ടാ എൻ്റെ എല്ലാം. അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി 2 പാടാം. വാരിക്കച്ചക്കട ചുള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി, കോട്ടകരയിൽ കാവടിയാടുമ്പോൾ കണ്ടിട്ട് ഞാനൊരു മിന്നായോ, കണ്ടിട്ട് ഞാനൊരു മിന്നായോ. ഞാൻ
പണ്ട് പാടിയ പാട്ടാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിനെ കുറിച്ച് ഞാൻ ഓട്ടോയിൽ പോകുന്ന സമയത്ത് 2 പാടിയിട്ടുണ്ട്. അത് ഞാൻ പാടിത്തരാം. ആരാരും ആപത്തക്കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്ന വണ്ടി, എൻ്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. 100ന്റെ നോട്ട് നിരാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തിയ ഓട്ടോ വണ്ടി. പഴയ മിമിക്രിയിലെ സ്റ്റേജിൽ കൗണ്ടമണി സിന്ധിയിലുണ്ട് തമിഴ് നടന്മാർ. ആദ്യം സെന്തിൽ யாருக்கிட்ட டப்பால் பண்றது ஒரு பாட்டி எப்படி தட்டோட வச்சுக்கோ அப்படியே டப்பு டப்புன்னு அடிக்கப்படும் ராஸ்கல். நீங்க பத்தாங்களே பாக்கி நான் எல்லாம் பயில பாயா பறிக்க பயிலாம் பறிச்சு நாயே சொல்லி நாயே. ഒരു മാറ്റമില്ല. ഒരു ഗുഡ് ന്യൂസ് പറയാൻ പറഞ്ഞു കേട്ടോ. ഇപ്പം എൻ്റെ ഒരു മൂത്ത ആളുണ്ട്, ബിൻഷ എന്ന് പറയും. കഴിഞ്ഞ 5 വർഷമായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ അവളാണ് വിന്നർ. ഇവൻ 3 വർഷം. ടോട്ടൽ ഞങ്ങളുടെ കുടുംബത്തിൽ 8 വർഷമായിട്ട് സംസ്ഥാന കലോത്സവത്തിൻ്റെ ട്രോഫി ഞങ്ങളുടെ വീട്ടിലാണ്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ സംഭവം. അതിന് ഞാൻ എൻ്റെ ഫാമിലിയും അഭിമാനിക്കുന്നു. എൻ്റെ നാട്ടുകാരെ പൊന്നാനിക്കാരും വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പം ഇന്നലെയൊക്കെ വന്ന് ട്രോഫി വന്നിരുന്നു. ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ പൊന്നാനിക്കാർ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. അപ്പോൾ എൻ്റെ നാട്ടുകാർക്ക് അതിൻ്റെ വക ഒരു വലിയ ലൈക്ക് ഞങ്ങളുടെ ഫാമിലിയുടെ വക. ന്യൂട്രീഷൻ സെൻ്റർ എന്നൊരു വെൽനസ് സെൻ്ററാണ്. ഇപ്പോൾ ഏകദേശം 5.5 വർഷമായിട്ട് ഞാൻ ഈ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഇവിടെ. അതൊക്കെ എപ്പോഴും സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഫ്രഷ് കുടിച്ചിട്ടാണ് പെർഫോം ചെയ്യാറ്. ഇപ്പോൾ നിങ്ങൾ കുടിക്കുന്ന സാധനം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എനർജി ആയിരിക്കും. ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഭയങ്കര എനർജി ആയിരിക്കും, ഭയങ്കര ആക്റ്റീവായിരിക്കും. നമുക്ക് പാടാനും പറയാനും പിന്നെ എനർജി ഉണ്ടാവും. പിന്നെ നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും, നല്ല ഉറക്കം കിട്ടും, രാവിലെ ഫ്രഷായിട്ട് എഴുന്നേൽക്കും, വളരെ ഹോൾ ഡേ നമ്മൾ ആക്റ്റീവായിരിക്കും. ഇത് ഓറഞ്ച് പീക്കോ എന്ന് പറഞ്ഞാൽ ഹെർബലിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇത് ചൂടോടെ കുടിക്കുമ്പോൾ ബ്ലഡിൽ ധാരാളം ഓക്സിജൻ ഇൻക്രീസ്. അപ്പം ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണ സമയത്ത് ഒരുപാട് ആളുകൾ ഓക്സിജൻ കിട്ടാണ്ട് മരിച്ചു. നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ്റെ ഉൽപ്പാദനം കുറവാണ്. കാരണം നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയൊക്കെ ബോഡി വളരെ മോശപ്പെട്ട അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പെട്ടെന്നുള്ള മരണത്തിൻ്റെ അളവ് കൂടിക്കൊണ്ട് പണ്ടത്തേക്കാൾ കൂടുതൽ കൂടി വരുന്നത്. അറ്റാക്ക്, ബ്ലോക്ക്, സ്ട്രോക്ക്. അതുപോലെ മലപ്പുറം ജില്ലയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റ് ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ എണ്ണം കൂടിക്കൂടി വരും. അപ്പോൾ അതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. ഇതിൻ്റെ കാരണം, ബേസിക് കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ്. നമ്മുടെ ശരീരത്തിൽ വ്യായാമമില്ല, കൃത്യമായിട്ടൊരു കൺസിസ്റ്റൻസ് ആയിട്ട് വ്യായാമമില്ല, ഉറക്കം കറക്റ്റല്ല, രാത്രി എത്ര നേരം വൈകിട്ടാണെങ്കിൽ നമ്മൾ ഭക്ഷണം ഡൈജസ്റ്റ് ആവാത്ത, ദഹനശേഷി ഇല്ലാത്ത ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കുന്നു. നമുക്ക് പണ്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട്, രാവിലെ രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചയ്ക്ക് മന്ത്രിയെ പോലെ കഴിക്കണം, രാത്രി ഫക്കീർ അഥവാ പ്രജയെ പോലെ ഭക്ഷണം കഴിക്കണം. അവരുടെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ കുറച്ച് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ഇശാ നമസ്കാരത്തിന് മുമ്പ് ഭക്ഷണമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കഴിച്ച് പള്ളിയിൽ പോകണം. മീൻസ് അത്രയും നേരത്തെ ഭക്ഷണം കഴിക്കണം. അതുപോലെ വെള്ളം മസ്റ്റാണ്. ഒരു മനുഷ്യ ശരീരത്തിനകത്ത് ഡ്രൈനസ് വരാണ്ടിരിക്കണമെങ്കിൽ ഡൈജസ്റ്റിങ് കറക്റ്റാണ്. കറക്റ്റ് നമ്മൾ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ രാവിലെ ഇവിടെ ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ ഒരു 8 മണിക്കൂടെ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ, ഒരു ബോഡി ചെക്ക് ചെയ്തിട്ട് അതിനുള്ള ഇൻഫർമേഷൻ കൊടുക്കും. നിങ്ങളുടെ ശരീരത്തിനകത്ത് ഇന്ന എല്ലാ ദിവസവും വെയിറ്റ് എത്ര കൂടുതലാണ്, ഫാറ്റ് കൂടുതലാണ്, വിഷറൽ ഫാറ്റ് കൂടുതലാണ്, BMI, BMR, ഇതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും നമ്മളവർ പറഞ്ഞു കൊടുക്കും. ഒരിക്കലും നമ്മൾ കമ്പൽ ചെയ്യില്ല, അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു മിനിറ്റ്, ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് ഈ ലൊക്കേഷൻ എവിടെയെന്നുള്ളത് ഓക്കെ. ഇത് നമ്മുടെ പൊന്നാനി വിജയമാത സ്കൂളിൻ്റെ തൊട്ടടുത്ത് MA ടവറിൽ 2nd ഫ്ലോറിലാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. ഈ ഒരു സ്ഥാപനമാണ് ന്യൂട്രീഷൻ സെൻ്റർ എന്നാണ് പേര്. താഴത്ത് ബോർഡുണ്ട്. ഒരു ദിവസമെങ്കിലും വന്നിട്ട് ഇവിടെ ഒരു ഫ്രീ ബോഡി ചെക്കപ്പ് ഉണ്ട്, എൻ്റെ ഒരു ഫ്രീ ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങൾ അത് ഫ്രീ ആയിട്ടാണ്, അതൊന്ന് ചെയ്യുക. എന്നിട്ട് പ്രോഗ്രാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഒരുപാട് വലിയ വലിയ കലാകാരന്മാർ പൊന്നാനിയിലും പരിസര പ്രദേശത്തുണ്ട്. അവരിലേക്ക് എത്തട്ടെ. ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറായി മാറിയിട്ട് ഒരുപാട് സിനിമാ നടന്മാർ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ കലാശക്കൊട്ടായിട്ട് ഒരു പാട്ട് കൂടി പാടിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാം അല്ലേ? റെഡി? ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളി രസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവർ, ചാരുറ്റ കാരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളി രസലളിതം. താങ്ക് യു.